ഓങ്ങല്ലൂർ കാരക്കാട് AMUP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂനപക്ഷ കമ്മീഷന്റെ ശുപാർശകൾ അടങ്ങിയ രേഖകൾ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ മുഹമ്മദ് മൂസൻ MLA കൈവശം നൽകിയിട്ട് 5 വർഷമായിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപവുമായി സ്കൂൾ മാനേജർ രംഗത്ത്. സ്കൂൾ മാനേജർ V. അബ്ദുള്ളക്കുട്ടി ഹാജിയാണ് പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആക്ഷേപവും ഉന്നയിച്ചത്. ഓങ്ങല്ലൂർ കാരക്കാട് AMUP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തണമെന്നത് ഇവിടത്തുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. ന്യൂനപക്ഷ ട്രസ്റ്റ് അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയതുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള അനുമതിയും നൽകിയിരുന്നു. ഇതിന്റെ എല്ലാ രേഖകൾ അടങ്ങിയ നിവേദനമാണ് സർക്കാരിലേക്ക് സമർപ്പിക്കുവാനായി മുഹമ്മദ് മൂസൻ MLA 5 വർഷം മുമ്പ് നൽകിയത്. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ലെന്നാണ് സ്കൂൾ മാനേജർ V. അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ ആരോപണം. മാത്രമല്ല, നൽകിയ രേഖകൾ തിരിച്ചു തരുവാനുള്ള നടപടി ഉണ്ടാകണമെന്നും V. അബ്ദുള്ളക്കുട്ടി ഹാജി പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷ കമ്മീഷൻ്റെ സ്കൂളാണ്. അത് കമ്മീഷൻ വന്നിട്ട് എല്ലാവരും കൂടി ഹൈസ്കൂളാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ന്യൂനപക്ഷ കമ്മീഷന് പരാതി കൊടുത്തു. ന്യൂനപക്ഷ കമ്മീഷൻ ഇവിടെ വന്നു, കാരക്കാട് വന്ന് സ്കൂളിൽ വന്ന് ആൾക്കാരൊക്കെ ജനങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അയാൾ റെക്കമെൻഡ് ചെയ്തിട്ട് എഴുതി ന്യൂനപക്ഷ 99% ഈ സ്കൂൾ ഹൈസ്കൂളായി കിട്ടുന്നത് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷ കമ്മീഷൻ വന്ന് എഴുതി പോയി. അപ്പോൾ എഴുതി പോയിട്ട് ഞാൻ 2 ആൾക്കാരെ കണ്ടപ്പോൾ എംപിയുടെ എഴുത്ത് പഠിച്ചു. എംപിയുടെ റെക്കമെൻഡേഷൻ, പഞ്ചായത്തിന് റെക്കമെൻഡേഷൻ കിട്ടി, പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി കിട്ടി, PTA കമ്മിറ്റിക്കുള്ള ലെറ്റർ കിട്ടി, ഒക്കെ എല്ലാവരും അനുകൂലമായിട്ടുള്ള ലെറ്റർ കിട്ടി. പിന്നെ MLA ലെറ്റർ വേണമെന്ന് പറഞ്ഞു. കൺസൾട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പട്ടാമ്പി MLA മൂസനാണല്ലോ, അയാളുടെ ലെറ്റർ വേണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാനത് ലെറ്റർ വേണമെന്നുണ്ട് ഞാൻ അവൻ്റെ ഈ കടലാസൊക്കെ പാടായിട്ട് അവൻ്റെ അടുത്ത് ചെന്നു. ഇവിടെ ഉദയവർമ്മൻ്റെ ഇതിലാണ് താമസിക്കണത്, പട്ടാമ്പി ഉദയവർമ്മ വക്കീലിൻ്റെ കൊട്ടേജിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാനും 2-3 മാറ്റുണ്ട്, രാധാകൃഷ്ണൻ മാറ്റ് ഹൈസ്കൂളിൽ തന്നെ. അയാളും കൂടി ഈ കടലാസ് ഇവൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. അതിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കടലാസ് ഒറിജിനൽ കടലാസാണ്, ഞാൻ ഫോട്ടോസാറ്റ് എടുത്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഈ ചങ്ങായി എന്ത് പറഞ്ഞു വെച്ചാൽ ആ കടലാസ് തരി, ഞാൻ റെക്കമെൻഡൊക്കെ എഴുതിയിട്ട് നേരാക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി കയറി തരാം. നമുക്ക് അതിൻ്റെ അതാണ് ആവശ്യം. ആ കൊടുത്തതിൻ്റെ ഒരു കോപ്പി, എല്ലാവരെയും റെസൊല്യൂഷൻ്റെ കോപ്പിയാണ് ഇത് തരാമെന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞിട്ട് കടലാസ് അവിടെ ഏൽപ്പിച്ചതാണ്. പിന്നെ റെസൊല്യൂഷൻ്റെ കോപ്പിയില്ല, എന്തായി എന്നുള്ളതുമില്ല, ഇതുവരെ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നമുക്ക് സ്കൂള് വേറെ അവർ തരുന്നില്ലേ വേണ്ട, വേറെ മകനെ ബെറ്റിക്കാറ്റ് നമുക്ക് കിട്ടും. സെൻട്രൽ ഗവൺമെൻറ് ഹൈസ്കൂളായി കിട്ടും. ഡൽഹിയിലാണ് പോയാൽ മതി. ഇത് അവർ കടലാസ് ന്യൂനപക്ഷ കടലാസ് തന്നിട്ടുണ്ട്, ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഇതുണ്ടോ, ഇത് ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റാണ്. കമ്മീഷൻ അംഗീകരിച്ച് ഡൽഹിയിൽ നിന്ന് ചോദിച്ചാൽ 5 കൊല്ലം മുമ്പത്ത് കഴിഞ്ഞ കാര്യമല്ലേ ഇതിൽ അവർക്ക് ഒന്നുമില്ല. അപ്പോൾ 5 കൊല്ലം കൊടുത്തു എന്ന് അറിയാൻ പറയും ചിലവരോട്. 5 കൊല്ലം മുമ്പ് കഴിഞ്ഞ കാര്യം കൊടുത്തിട്ട് റെസീറ്റ് കിട്ടൂലേ.